സംസാരിക്കരുതെന്ന്. ഞാൻ കൂടിപ്പോയാൽ 4 മിനിറ്റ് അത്രയും സംസാരിക്കുകയുള്ളൂ, അതിൽ കൂടുതൽ സംസാരിക്കുകയില്ല. ഒരു ചെറിയ കഥ, തീരെ ചെറിയൊരു കഥ. രാവിലെ അപ്പൻ വന്ന് മകനെ വിളിച്ച് ഉണർത്തുകയാണ്. എന്തിനാണ്? സ്കൂളിൽ പോകാൻ വേണ്ടി വിളിച്ച് ഉണർത്തുകയാണ്. അവൻ മടി പിടിച്ച് കിടക്കുകയാണ്. അപ്പം അപ്പനോട് പറഞ്ഞു, എനിക്ക് മടിയാണ്, സ്കൂളിൽ ചെന്നാലും ആകെ പ്രശ്നമാണ്, കുട്ടികൾ മുഴുവൻ കൂട്ടുകാരെല്ലാം എന്നെ ശല്യപ്പെടുത്തുന്നു, അധ്യാപകരെയാണ് എനിക്കൊട്ടും ഇഷ്ടമില്ല, ഞാൻ എങ്ങനെയാണ് സ്കൂളിൽ പോവുക? അപ്പോൾ ഈ അപ്പൻ മകനോട് പറഞ്ഞു, നീ സ്കൂളിൽ പോവുക എന്നുള്ളത് നിൻ്റെ കടമയാണ്. കാരണം ഇപ്പോൾ നിനക്ക് 40 വയസ്സായി, നീ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. യഥാർത്ഥത്തിൽ ഈ ധ്യാനത്തെ സംബന്ധിച്ചാണ് ഞാനിത് പറയുക. നമ്മുടെ സ്കൂളെന്ന് പറയുന്ന ആ വലിയ സ്വർഗരാജ്യത്തിൻ്റെ മഹത്വം, നമ്മുടെ വിശ്വാസത്തിൻ്റെ മനോഹാരിത നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് മടി പിടിച്ച് നമ്മൾ ഉറങ്ങുന്നത്. അതുകൊണ്ട് ഉണർത്താൻ വേണ്ടിയാണ് ബ്രദർ തോമസ് പോൾ നമ്മളെ വന്ന് മുട്ടി വിളിച്ചത്. അതാണ് ഈ ധ്യാനത്തിൽ എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ബ്രദർ തോമസ് പോൾ, ഞങ്ങൾ ഫാദർ തോമസ് പോൾ, ഞാൻ തോമസാണ്, അച്ഛൻ പോളാണ്. അപ്പോൾ പോളച്ചൻ്റെ കൂടെ ഞാനും കൂടെ ഇതിൽ സഹകരിച്ചത് ഒരു അഭിഷേകമായിട്ട് ഞാൻ കരുതുകയാണ്. എനിക്ക് ബ്രദർ തോമസ് പോളിൻ്റെ ധ്യാനം കേട്ടപ്പോൾ തോന്നിയത്, ഞങ്ങളിവിടെ സമ്മേളിച്ച ഇതേ രീതിയിൽ തന്നെ അദ്ദേഹത്തിലും തോമസും പോളുമുണ്ട്. പോളിൻ്റെ ആ ജ്ഞാനം, തീഷ്ണത നിങ്ങളത് കണ്ടു കാണും. അതുപോലെ തന്നെ തോമസിൻ്റെ ധൈര്യം, വിശ്വാസം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, നമുക്കും അവനോടുകൂടി പോയി മരിക്കാം. ആ ധൈര്യം, അതുപോലെ തന്നെ സ്നേഹം, അതായത് കർത്താവെ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ച് വലിയൊരു റെവലേഷൻ, വെളിപാടിന് വേണ്ടി വഴിയൊരുക്കിയതും തോമസാണ്. അപ്പോൾ തോമസിൻ്റെയും പോളിൻ്റെയും ചൈതന്യം തോമസ് പോൾ ബ്രദറിൽ ഉണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തേക്കും നിങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പം സംസാരിച്ചു, ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചിന്തിച്ചു, ലേഖനത്തെക്കുറിച്ച് ഒന്നും പറയണ്ട. കാരണം ലേഖനം വിശുദ്ധ പൗലോസ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായമാണ്. ഈ ധ്യാനത്തിൻ്റെ മുഴുവൻ സമ്മറിയാണത്. നിങ്ങൾ മിശിഹായോടുകൂടി ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ അവൻ ഉന്നതത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന അവിടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുവാൻ. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തത് അതാണ്. ഇന്നത്തെ സുവിശേഷത്തിലും ഒരു സന്ദേശമുണ്ട്. ധ്യാനം കഴിഞ്ഞ് നമ്മൾ പോകുന്നതിനെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷം പറയുന്നുണ്ട്. അതിതാണ്, ദൂതൻ അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ പോയി ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക, അവൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നത് പോലെ ഗലീലയിൽ ചെല്ലുക, അവിടെ നിങ്ങൾ അവനെ കാണും. ആരെ കാണുന്ന? ഉത്ഥിതനായ മിശിഹായെ. എന്താണ് ഈ ഗലീലി? ശിഷ്യന്മാരും പത്രോസും വിളിക്കപ്പെട്ട സ്ഥലമാണ്. ഈശോ അവരോടുകൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച, അവർക്ക് പരിശീലനം നൽകിയ അതേ സ്ഥലം. നമ്മൾ തിരിച്ചു പോകുന്നത് എങ്ങോട്ടാണ്? ആ ഗലീലയിലേക്കാണ്. അവിടെ ആരെയാണ് നമ്മൾ കാണേണ്ടത്? അവിടെ വെച്ചാണ് ഉത്ഥിതനായ മിശിഹായെ ഇനിയും നമ്മൾ കാണേണ്ടത്. ആ വലിയ സന്ദേശവും ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം.